ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്കാൻ വേവ്. ഇന്ന് നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടല്ല വന്നിട്ടുള്ളത്. അതായത് ഇതേപോലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാർ ഹാങ്ങിങ് നെറ്റിപ്പട്ട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വളരെ കുറച്ച് മെറ്റീരിയൽസാണ് നമുക്ക് ആവശ്യമുള്ളൂ, കുറച്ച് സമയമാണ് ആവശ്യമുള്ളൂ. അപ്പോൾ നല്ലൊരു വരുമാന മാർഗ്ഗം കൂടിയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ്. അപ്പോൾ ഇതിനൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിനെ മോഡിഫൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു മോഡലാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതുപോലത്തെ മോൾഡുകൾ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അതായത് ഇതേപോലെ ഞാനിവിടെ ഒരു ക്യാൻവാസ്, അതായത് നമ്മൾ ഷർട്ടിൻ്റെ കോളറിലൊക്കെ കനം കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്നില്ലേ, അതുപോലത്തെ ഒരു ക്യാൻവാസാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഇതേപോലത്തെ മോൾഡുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ വളരെ കുറച്ച് രൂപയേ ഉള്ളൂ ഇതിനൊക്കെ. എനിക്ക് കറക്റ്റ് റേറ്റ് ഓർമ്മയില്ല. നമ്മൾ ഒരുമിച്ച് വാങ്ങിക്കുമ്പോൾ ഇതുപോലെ നമ്മൾ സെറ്റായിട്ട് വാങ്ങിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് എല്ലാ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് മെറ്റീരിയൽസ് കിട്ടുന്ന സ്ഥലത്ത് ചോദിച്ചാലും നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ ഇതേപോലെ എല്ലാ മെറ്റീരിയൽസും അവൈലബിൾ ആയിരിക്കും. പിന്നെ ഈ ഒരു പീസ് എന്ന് പറയുന്നത് ഞാൻ ആ നെറ്റിപ്പട്ട മോൾഡും അതേപോലെ മുകളിൽ വിഷ്ണു പിന്നെ ഗണപതി, ഇത് രണ്ടുമാണ് നമ്മൾ രണ്ട് സൈഡിലും നമ്മൾ വെക്കുന്നുണ്ട്. കാരണം നിങ്ങൾ കണ്ടിട്ടില്ലേ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോഴും രണ്ട് സൈഡിലും നമുക്ക് ഇതേപോലത്തെ മോൾഡുകൾ ഉണ്ടാവും. അപ്പോൾ ഒരു സൈഡ് വിഷ്ണു, ഒരു സൈഡ് ഗണപതി എന്നുള്ള രീതിയിലും ആണ് മോൾഡ് വെക്കുന്നത്. അപ്പോൾ ഇതുപോലെ വെച്ചിട്ടൊന്ന് വരച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇതേപോലെ വെൽവെറ്റിൻ്റെ ക്ലോത്താണ് ഞാൻ എടുത്തിട്ടുള്ളത്. വെൽവെറ്റിന് വേണമെന്നില്ല, നിങ്ങൾക്ക് റെഡ് കളറിലുള്ള ഏത് വേണമെങ്കിലും എടുക്കാം. പക്ഷെ അതെടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്, കണ്ടില്ലേ. ഇനി മുകളിലെ ഭാഗത്തേക്ക് മാത്രം വെൽവെറ്റ് എടുത്താലും മതി, കാരണം താഴെ നെറ്റിപ്പട്ടത്തിൻ്റെ അവിടെ കാണുന്നില്ല, അടിയിൽ കൂടെ നമുക്കത് കാണില്ല. പിന്നെ അതേപോലത്തെ റോപ്പ്, ഇതെല്ലാം തന്നെ ഇതുപോലൊരു കിറ്റായിട്ടാണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുക. അപ്പോൾ അതിൽ അവൈലബിൾ ആണ്, നമ്മളൊന്നും സെപ്പറേറ്റ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ആദ്യം ആ ക്യാൻവാസ് വെച്ചു, അതിൻ്റെ മുകളിൽ നമ്മൾ വെൽവെറ്റ് വെച്ചു, അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ രണ്ട് പീസും നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത്. അതേപോലെ തന്നെ ഇനി ഈ പീസിൻ്റെ താഴെ നമ്മളിത് ആ റോപ്പും കൂടി ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുക്കണം. അതിനുശേഷം അതിൻ്റെ താഴേക്ക് ഇതുപോലെ വേറൊരു എക്സ്ട്രാ വെൽവെറ്റിൻ്റെ ക്ലോത്തും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നെറ്റിപ്പട്ടത്തിൻ്റെ പീസും പിന്നെ ഇത് ഗണപതി സെൻറ്ററിൽ വരുന്ന പോലത്തെ ഒരു മോൾഡും കൂടിയാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഫെവി ബോണ്ട് എന്ന് പറയുന്ന ഈ ഒരു ഗ്ലൂ യൂസ് ചെയ്തിട്ടാണ് നമ്മളിതെല്ലാം ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്യാൻവാസിന് പകരം നിങ്ങൾക്ക് ഏതെങ്കിലും ബുക്കിൻ്റെയൊക്കെ ചട്ടയൊക്കെ ഉണ്ടാവുമല്ലോ, അത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇതുപോലെ ഫെവി ബോണ്ട് ഗ്ലൂ വെച്ചിട്ടാണ് നമ്മളിതൊക്കെ ഒട്ടിച്ചെടുക്കുന്നത്. ഇതേപോലെ വെച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇത് ഒട്ടിച്ച ശേഷം നമ്മൾ ബാക്കിൽ ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം ഇതുപോലെ ആ റോപ്പിനെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടുത്ത പീസും കൂടി നമ്മൾ വെച്ചിട്ട് വീണ്ടും ഇതേപോലെ രണ്ട് പീസ് ബാക്കിലും കൂടി ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കറക്റ്റ് സൈസാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു പീസും കൂടി ഒട്ടിച്ചെടുക്കുകയാണ്. അതിനുശേഷം ഇതേപോലെ ഒരു റോപ്പ് ഞാൻ മുകളിൽ മാത്രം, നമ്മൾ ഹാങ് ചെയ്യാൻ ഉപയോഗിച്ച റോപ്പ് തന്നെ മുകളിൽ മാത്രം ഇതുപോലെ ഒന്ന് സൈഡ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ത്രെഡ് എങ്ങനെയാണ് കെട്ടുക നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ഒരു കുറച്ച് നീളത്തിൽ ത്രെഡ് എടുത്തിട്ട് നമ്മൾ ഒരു ചെയറിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇതേപോലെ ഒന്ന് കെട്ടി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ കെട്ടുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ത്രെഡുകൾ കെട്ടിയെടുക്കാൻ പറ്റും. അല്ലാതെ നിലത്ത് വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മളെപ്പോഴും ത്രെഡ് കെട്ടുന്ന സമയത്ത് ഇതുപോലത്തെ വൂളൻ ത്രെഡുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് ഇതിൻ്റെ ഒപ്പം തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് സിംഗിൾ കളർ വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 1, 3, 5, 7 അങ്ങനെ നമ്മൾ ഒറ്റക്ക സംഖ്യകളാണ് ഇതിന് സാധാരണ യൂസ് ചെയ്യുക. നെറ്റിപ്പട്ടം വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഒക്കെ നമ്മൾ സാധാരണ ത്രെഡ് കെട്ടുമ്പോൾ ഉപയോഗിക്കുക ഒരു ഒറ്റക്ക സംഖ്യകളാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 18 ഇഞ്ച് നീളത്തിൽ ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്ത് 18 ഇഞ്ചൊന്നും ആക്ച്വലി ഈ ഒരു ചെറിയ നെറ്റിപ്പട്ടത്തിന് വേണ്ട. ഇതേപോലെ 4ആക്കി മടക്കിയിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ വ്യക്തമാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതുപോലെ നമ്മൾ ആ ത്രെഡിൽ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു വയലറ്റ് കളറിലുള്ള 18 ഇഞ്ചിൽ നീളത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തു. ഞാൻ 2ആക്കി മടക്കുകയാണ്. വീണ്ടും ഒന്നും കൂടി മടക്കുകയാണ്. അപ്പോൾ ഇത്ര നീളം തന്നെ വേണ്ട. പക്ഷെ നമ്മൾ ഇതൊന്നും ഇങ്ങനെ ഇതേപോലെ പിടിച്ചിട്ട് ലെഫ്റ്റ് കൈ കൊണ്ട് ഇതുപോലെ വലിച്ച് പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് ലെങ്ത്ത് കുറവാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇത്ര ലെങ്ത്തിൽ എടുത്താണ്. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് നെറ്റിപ്പട്ടത്തിൽ വെച്ച ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കെട്ടുന്ന ത്രെഡുകളുടെ എണ്ണവും നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കാം. ഒരേ കളർ തന്നെ 5 എണ്ണം വേണമെങ്കിൽ കെട്ടാം, അല്ല 3 എണ്ണം മതിയെങ്കിൽ അടുത്ത കളർ 3 എണ്ണം കെട്ടാം. അങ്ങനെ
ഓക്കെ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ എണ്ണമൊക്കെ തീരുമാനിക്കാം. എപ്പോഴും ഒറ്റ സംഖ്യ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ പറയാറുള്ളത്. അതേപോലെ നമ്മൾ അടുത്തത് യെല്ലോ കളറാണ് എടുത്തിട്ടുള്ളത്. യെല്ലോ കളറും ഞാൻ 18 ഇഞ്ചിൽ കട്ട് ചെയ്ത് വെച്ചു. ഇതാ രണ്ടറ്റവും ആദ്യം ഇങ്ങനെ പിടിച്ചു. വീണ്ടും നമ്മൾ ഒന്നും കൂടി മടക്കി, വീണ്ടും നമ്മൾ ഒന്നും കൂടി മടക്കിയിട്ട് ആ ഹോളിൽ കൂടെ നമ്മൾ ലെഫ്റ്റ് കൈ കൊണ്ട് റൈറ്റ് കൈയിലെ ആ 2 ത്രെഡിൻ്റെ അറ്റവും കൂടി നമ്മൾ പിടിച്ച് ഇതുപോലെ ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു നോട്ട് പോലെ നമുക്കവിടെ ഫ്രണ്ടിൽ കിട്ടും. ഇതേപോലെയാണ് നമ്മൾ എത്ര കളേഴ്സ് നമുക്ക് എടുക്കണോ അത്ര കളേഴ്സിൽ ഇതേപോലെ ഞാൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതല്ലാണ്ട് വേറൊരു മെത്തേഡും കൂടി ഉണ്ട് വൂളൻ ത്രെഡ് കെട്ടുന്നത്. പക്ഷേ ബിഗിനേഴ്സിനൊക്കെ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. അപ്പോൾ ഇത് എത്ര ദൂരം കെട്ടണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ നെറ്റിപ്പട്ടത്തിൻ്റെ ലെങ്ത് ഒന്ന് മെഷർ ചെയ്ത് വെക്കുക വേറെ ഏതെങ്കിലും നൂല് കൊണ്ട്. എന്നിട്ട് ആ കംപ്ലീറ്റ് ലെങ്ത്താണ് നമുക്ക് വേണ്ടത്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ സെൻറ്ററിൽ നിങ്ങൾ ഏത് കളറാണോ കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ലെഫ്റ്റും റൈറ്റും നിങ്ങൾ ഒരേ കളർ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ത്രെഡ് കെട്ടുന്ന രീതി. അപ്പോൾ ഇതാ ഇങ്ങനെ ഞാൻ എല്ലാ കളേഴ്സും കെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സെൻറ്ററിൽ കൊടുക്കുന്നത് ആ ഒരു റോസ് കളറാണ്. അതിൻ്റെ 2 സൈഡേക്ക് നീല, വീണ്ടും മഞ്ഞ, വീണ്ടും പച്ച, വീണ്ടും ഓറഞ്ച്, അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരണം. ഒരു സൈഡിലേക്ക് നമ്മൾ ഏത് കളേഴ്സാണോ കൊടുക്കുന്നത് അത് തന്നെ അടുത്ത സൈഡിലേക്കും കൊടുക്കണം. അപ്പോഴാണ് അത് എത്ര എണ്ണമാണോ കൊടുത്തിട്ടുള്ളത് അത്ര തന്നെ കൊടുക്കണം. അതുപോലെ ഇതാ ഈ കാണുന്നതാണ് നമ്മളെ കാളാഞ്ചി എന്ന് പറയും, അല്ലെങ്കിൽ താഴെ കൊടുക്കുന്ന ബെല്ല്. ഓക്കെ. അപ്പോൾ ഇത് വളരെ ചെറിയ സൈസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതും നമ്മളിതുപോലെ ഈ മൾട്ടിപ്പിൾ കളേഴ്സ് എല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സിംഗിൾ കളർ യൂസ് ചെയ്യാം. അപ്പോൾ അത് നമ്മളുടെ ഇഷ്ടമാണ്. ഇതുപോലെ നമ്മൾ പല ത്രെഡുകളും സൈസസ് ആക്കി എടുത്തിട്ട് നമ്മളിതുപോലെ കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ഷാർപ്പായിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് ഇതുപോലെ കയറ്റുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മുടെ സെൻറ്ററിൽ ഇതുപോലെ നമ്മൾ കെട്ടി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് നമുക്ക് ഈ അൺസൈസായി നിൽക്കുന്നതിനെയൊക്കെ ഒന്ന് സൈസ് ചെയ്തെടുക്കാം. അപ്പോൾ എപ്പോഴും ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഒരു യെല്ലോ ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോൾ സെൻറ്ററിൽ യൂസ് ചെയ്തിട്ടുള്ളത് റോസ് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ റോസ് കളർ തന്നെ ഞാൻ ബെല്ല് കെട്ടുമ്പോഴും യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കതൊരു വൃത്തികേട് ഉണ്ടാവില്ല. അപ്പോൾ ത്രെഡ് കെട്ടലും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി വളരെ സിമ്പിളാണ്. ആ സൈഡിലേക്ക് നമ്മൾ നെറ്റിപ്പട്ടത്തിൻ്റെ സൈഡിലേക്ക് ഇതുപോലെ ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് തന്നെ സെൻറ്ററും സൈഡും നോക്കിയിട്ട് നമ്മുടെ വൂളൻ ത്രെഡും കൂടി വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ച ശേഷം നമുക്കിതിൻ്റെ സൈസസൊക്കെ ഒന്ന് കറക്റ്റാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഈ വൂളൻ ത്രെഡിൻ്റെ എൻഡിലുണ്ടല്ലോ അതൊന്ന് കെട്ടിയിട്ട് അവിടെ കട്ട് ചെയ്തും കൊടുക്കണം, എക്സ്ട്രാ നിൽക്കുന്ന ഈ ത്രെഡൊക്കെ. അതുപോലെ ബെല്ലിലെ ത്രെഡുകളും നമ്മൾ കറക്റ്റ് സൈസാക്കണം. അങ്ങനെയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാർ ഹാങ്ങിങ് നെറ്റിപ്പട്ടം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്ത് നോക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കാണിച്ചിട്ടുള്ളത്. ഇനി ഇതിൽ തന്നെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് കുറേ മെറ്റീരിയൽസ്, പലതരം മെറ്റീരിയൽസ് അവൈലബിൾ ആണ് ഷോപ്പിൽ. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കാണുമ്പോൾ എന്തെങ്കിലും ഇതിലേക്ക് ഡിഫറൻസ് കൊടുക്കാൻ പറ്റും. അതേപോലെ ഈ ഒരു മോൾഡിന് പകരം ഇപ്പോൾ കളർഫുള്ളായിട്ടുള്ള മോൾഡുകൾ കിട്ടുന്നുണ്ട്. ഈ ഗോൾഡൻ കളർ മോൾഡ് അല്ലാണ്ട് കൃഷ്ണൻ്റെയും അതുപോലെ പല രൂപങ്ങളും നമുക്ക് പല രീതിയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ നല്ലൊരു വരുമാന മാർഗം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബാക്കി വീഡിയോസും കണ്ടു നോക്കൂ. സ്റ്റിച്ചിങ് ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.